ഇടുക്കിയിൽ ഒരു കെട്ടിടമുണ്ട്. ആ കെട്ടിടം 5 വർഷം പിന്നിട്ടിട്ടും അതിൻ്റെ പണി പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ്. നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിൻ്റെ പണി മന്ത്രി വീണ ജോർജ് അത് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനം നടക്കുമ്പോഴുള്ളൊരു സാഹചര്യം എന്താണെന്ന് അറിയാമോ? കേവലം 60%, അതായത് പകുതി പണി എന്നൊക്കെ പറയാം. അത്തരത്തിലുള്ള അത്രമാത്രമാണ് ആ പണി പൂർത്തിയായിരുന്നത്. ആ പണി പൂർത്തിയായ സമയത്താണ് ഓൺലൈനായി മന്ത്രി അതങ്ങ് ഉദ്ഘാടനം ചെയ്തു. എന്തായാലും ഉദ്ഘാടനം കഴിഞ്ഞ് 1 മാസം പിന്നിടുമ്പോഴും അവിടെ പുതിയ കെട്ടിടത്തിൽ ഒരു തരത്തിലും ചികിത്സ പോലും ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അന്നത്തെ ഉദ്ഘാടന ചടങ്ങ് നമുക്ക് ഓർമ്മയുണ്ട് കേട്ടോ. ഇതിപ്പോൾ തുറവൂരായാലും നെടുങ്കണ്ടമായാലും അങ്ങ് കണ്ണൂരായാലും ഒരു മാറ്റവുമില്ല എന്നുള്ളതാണ്. കെട്ടിടങ്ങൾ ഇങ്ങനെ നിർമ്മിച്ചിട്ടുണ്ട്. അത് തന്നെ പണി പൂർത്തിയാകുന്നതിന് മുൻപ് അതിൻ്റെ ഉദ്ഘാടനം നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ആരോഗ്യ മേഖലയിൽ ഒട്ടനവധി ബിൽഡിങ്ങുകൾ, ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ വലിയ പ്രതീക്ഷയോടെ നിൽക്കുന്ന ഒരു കാര്യമാണ്. അതിലാണ് ഇത് പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ഉദ്ഘാടനം നടത്തി ആളുകളെ പറ്റിക്കുന്നത് എന്ന് നമുക്ക് പറയാതെ വയ്യ. ഇങ്ങനെയൊക്കെ ചെയ്യാമോ സാറേ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. എന്തായാലും മുഹമ്മദ് ആഷിഖ് ചേരുകയാണ് നെടുങ്കണ്ടത്തുള്ള ആശുപത്രിയിൽ നിന്ന്. 5 വർഷമായിട്ട് അതിൻ്റെ പണി പൂർത്തിയായിട്ടില്ല. പണി പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ മന്ത്രി നേരിട്ട് വന്ന് ഉദ്ഘാടനം നടത്തുകയും ചെയ്തു. ശരിക്കും ചികിത്സ ആർക്കാണ് വേണ്ടത് ആഷിഖ്? ഈ കാണുന്നതാണ് കഴിഞ്ഞ മാർച്ച് 7-ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്ത നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രി. ഉദ്ഘാടനം കഴിഞ്ഞ് 1 മാസം പിന്നിടുമ്പോഴും ഈ ആശുപത്രിയിൽ ഇതേവരെ ഒരു രോഗിയെ പോലും ചികിത്സിക്കാനായിട്ടില്ല. 7 നിലകളിലായി വിപുലമായ സൗകര്യങ്ങളോട് കൂടിയാണ് ഈ താലൂക്ക് ആശുപത്രി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിന് ഒരു മിനി മെഡിക്കൽ കോളേജ് എന്ന നിലയിലേക്ക് വികസിപ്പിച്ച് കൊണ്ടുവരിക എന്ന ഉദ്ദേശമായിരുന്നു ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 2020-ൽ ആരംഭിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ഘട്ടത്തിൽ പോലും 60% നിർമ്മാണം മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ എന്ന് നമുക്ക് കാണാൻ കഴിയും. എനിക്ക് ഈ ഇടതുവശത്ത് കാണുന്ന ഈ കെട്ടിടമാണ് ഉദ്ഘാടന സമയത്ത് കഴിഞ്ഞ മാർച്ചിൽ വീണ ജോർജ് ഉദ്ഘാടനം നടത്തുമ്പോൾ പ്രവർത്തന സജ്ജമാക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ താഴത്തെ നിലയിലെ 4 OP ബ്ലോക്കുകൾ പ്രവർത്തന സജ്ജമാക്കും എന്നായിരുന്നു പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ആ OP ബ്ലോക്കുകളിൽ ഉദ്ഘാടനം നടന്ന് 1 മാസം പിന്നിടുമ്പോഴും ഒരു രോഗിയെ പോലും ചികിത്സിക്കാനായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും യാഥാർത്ഥ്യം എന്ന് പറയാൻ കഴിയുന്നത്. ഈ മറ്റ് സംവിധാനങ്ങളും ഇതിനോട് അകം സജ്ജീകരിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അവസാനഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനിയും പൂർത്തിയാവാനുണ്ട്. സീലിംഗ് അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഇനിയും ഇവിടേക്ക് ചികിത്സാ സംവിധാനങ്ങൾ എത്തിക്കാൻ കഴിയാത്തത്. എന്നാൽ ഇതിന് തൊട്ടപ്പുറത്താണ് പഴയ താലൂക്ക് ആശുപത്രി പ്രവർത്തിക്കുന്നത്. വളരെ പരിമിതമായ സൗകര്യങ്ങളിലൂടെ ദിനേന നിരവധി രോഗികളെത്തുന്ന ഈ മലയോര മേഖലയിലെ സാധാരണക്കാരായ ആളുകൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രി ഇതിന് തൊട്ടപ്പുറത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഈ ആശുപത്രി കെട്ടിടം ഈ കഴിഞ്ഞ വർഷങ്ങളിൽ അത്രയും പണി നടന്നിട്ടും ഇതുവരെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടുത്തെ മലയോര ജനതയുടെ വലിയ ആശ്വാസമായി തീരാൻ സാധ്യതയുണ്ടായിരുന്ന ഈ കെട്ടിടം ഇങ്ങനെ അനന്തമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നീണ്ടുപോകുന്നു എന്നത് മാത്രമല്ല, കഴിഞ്ഞ 1 മാസത്തിന് മുൻപാണ് മന്ത്രി വീണ ജോർജ് ഇവിടെ എത്തി ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസ് നേതാവ് MN ഗോപി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗോപിച്ചേട്ടാ, എങ്ങനെയാണ് ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്ര നാളായി? ഇപ്പോൾ കഴിഞ്ഞ മാസം വന്ന് ഉദ്ഘാടനം ചെയ്തതാണല്ലോ മന്ത്രി, എന്നിട്ടും ഇതുവരെ ഒരു രോഗിയെ പോലും ഇവിടെ ചികിത്സിക്കാനുള്ള സംവിധാനം ആയിട്ടില്ലല്ലോ. ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് വർഷങ്ങളായി. ഇവിടെ നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന താലൂക്ക് ആശുപത്രിയുടെ പ്രധാന കെട്ടിടങ്ങളൊക്കെ പൊളിച്ച് ഇതിൻ്റെ നിർമ്മാണങ്ങൾ ആരംഭിച്ചിട്ട് വർഷങ്ങളായി. ഒരു രോഗിയെ പോലും പുതിയ ഹോസ്പിറ്റലിൽ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഉദ്ഘാടന മാമാങ്കത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നടത്തിയിട്ടുള്ള പ്രഹസനമാണ് ഈ ഉദ്ഘാടനം. ഇതിൻ്റെ നിർമ്മാണം എഴഞ്ഞാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കണ്ടാലറിയാം ഇത് എത്ര വർഷമായി. ഇത് മന്ത്രി പറഞ്ഞ 15 ദിവസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിച്ചില്ലെങ്കിൽ ആ കോൺട്രാക്ടറെ കരിമ്പട്ടികയിൽ പെടുത്തും എന്നൊക്കെ ഇവിടെ നിന്ന് വലിയ പ്രഖ്യാപനമൊക്കെ നടത്തിയതാണ്. പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ. അന്യസംസ്ഥാന തൊഴിലാളികളായ 4-5 ആളുകൾ ഇവിടെ തട്ടിമുട്ടി നിൽക്കുന്നു എന്നുള്ളതല്ലാതെ ആത്മാർത്ഥമായിട്ട് ഈ കെട്ടിടം പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്നും കോൺട്രാക്ടറുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. അത് ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് വലിയ ദുരിതമാണ്. ഈ ഉദ്ഘാടനം നടക്കുമ്പോഴും ഇതിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല. ഉദ്ഘാടന സമയത്ത് എത്രത്തോളം നിർമ്മാണം നടന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ? ഇപ്പോൾ ഒരു 40% 50% കെട്ടിടം പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഒരു ഹോസ്പിറ്റലിന് വേണ്ടതായ അടിസ്ഥാന സൗകര്യങ്ങൾ കെട്ടിടം മാത്രമാണ്. അതിനുള്ള ഒരു സംവിധാനം ഇവിടെ ആലോചിച്ചിട്ടില്ല, തീരുമാനിച്ചിട്ടില്ല. എന്നിട്ട് വന്ന് ജില്ലാ ആശുപത്രിയായി പ്രഖ്യാപിച്ച് ഉദ്ഘാടനം നടത്തിയിട്ട് മന്ത്രി പോയി.
ഇത് ഈ നാട്ടിലെ ആളുകളെല്ലാം മണ്ടന്മാരാണ് എന്ന് ധരിക്കുന്ന ഒരു ഭരണകൂടമായിരുന്നു ഇതിന്റെ പിന്നിൽ എന്നാണ് നമുക്കൊക്കെ ധരിക്കേണ്ടത്. ഞങ്ങൾ ഇവിടെ വന്ന് ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇവിടെ നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് കേവലം തുലവും തുച്ഛവും വിരലിൽ എണ്ണാവുന്നത്ര തൊഴിലാളികൾ മാത്രമാണ് എന്നുള്ളതാണ് ഇവിടുത്തെ നെടുങ്കണ്ടത്തെ സാധാരണക്കാരായ ജനങ്ങൾ ചോദിക്കുന്നത്. തങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട താലൂക്ക് ആശുപത്രി എന്ന് പൂർത്തിയാകും എന്ന ചോദ്യമാണ്. ഷെറിൻ മോഹനൊപ്പം മുഹമ്മദ് ആഷിഖ്, മീഡിയ 1 ഇടുക്കി. നമ്മൾ കേരളത്തിന്റെ പല പല ഭാഗങ്ങളിൽ നിന്നുള്ള വാർത്തകൾ കണ്ടു. പക്ഷേ നെടുങ്കണ്ടത്തെ ഈ ദൃശ്യങ്ങൾ കണ്ടപ്പം ഒന്ന് പറയാതെ വയ്യ. കാരണം വെറും സ്ട്രക്ചറായി കിടക്കുന്ന ഒരു ഭാഗം ഏതാണ്ട് ബിൽഡിങ്ങിന്റെ പണി പൂർത്തിയായിട്ടുണ്ട്. ബാക്കി ഈ കെട്ടിടത്തിന്റെ ഭൂരിഭാഗം സ്ഥലവും അതിന്റെ സ്ട്രക്ചറിൽ നിൽക്കുന്ന ഒരു സ്ഥലത്ത് വന്നിട്ടാണ് മന്ത്രി വന്നിട്ട് ഉദ്ഘാടനം ചെയ്തു പോയത്. അപ്പോൾ ശരിക്കും ചികിത്സ ആർക്കായിരുന്നു വേണ്ടിയിരുന്നത് എന്ന് നമ്മൾ നോക്കണം. പാതി പൂർത്തിയായ ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്ത് ഞങ്ങളിത് ആശുപത്രി കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറയാൻ എങ്ങനെയാണ് പറ്റുന്നത്? ഇതെന്ത് പണിയാണ് സാറേ?